മഹാലക്ഷ്മി സീരിയലിൻ്റെ മഹാ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡോടുകൂടി നമ്മളുടെ പ്രതാപൻ്റെ അമ്മയും തേടി നടന്ന ആ ഒരു സത്യം അവരുടെ മുന്നിലേക്ക് തന്നെ വരുന്ന എപ്പിസോഡാണ് കേട്ടോ വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ കരുണയാണെങ്കിൽ കമലേശ്വരത്ത് കിടന്ന് പണിയെടുത്തിട്ട് ആകെ വിഷമത്തിലായി അച്ഛനോട് വന്ന് പറയുന്നുണ്ട്, ഇനി ആ മഹാലക്ഷ്മിയെ ഒരു നിമിഷം പോലും വെച്ചോണ്ടിരിക്കരുത്, അവളെ എത്രയും പെട്ടെന്ന് കൊന്നു കളയണം അച്ഛാ. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, ഇനി മോൾ അതോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട, എന്തായാലും കണ്ണന് കൈ പിടിച്ചു കൊടുത്തത് ഞാനാണെങ്കിൽ ഞാൻ തന്നെ അവൻ്റെ മുന്നിൽ വെച്ച് അവളെ തീർത്തോളാം. ഇനിയിപ്പോൾ എന്തായാലും മോളുടെ അമ്മയുടെ പിറന്നാളല്ലേ വരാൻ പോകുന്നത്, സമ്മാനമൊക്കെ ആയിട്ട് അവളും അവനും വരാതിരിക്കില്ല. ആ വരുന്ന സമയത്ത് ഞാൻ അവളുടെ ജീവനും എടുത്തോളാം. മോളുടെ അമ്മയ്ക്ക് ഒരു വയസ്സ് കൂടുമ്പോൾ മഹാലക്ഷ്മിയുടെ ആയുസേ ഒടുങ്ങുമെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അച്ഛൻ അവളെ കൊന്നിട്ട് ജയിലിൽ പോവുകയാണെങ്കിൽ അയാളെയും കൂടി കൊണ്ടുപോകണം അച്ഛാ, അയാളെ വെറുതെ വിടരുത്. വേറെ ആരെയല്ല, ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ തന്നില്ലേ അമ്മാവനെയും കൊണ്ടുപോകണം. എന്തുകൊണ്ടാണ് അച്ഛൻ കണ്ണേട്ടനോട് അച്ഛനാ കൊന്നേന്ന് പറഞ്ഞപ്പം കൊട്ടേഷൻ തന്നത് അമ്മാവനാന്ന് പറയാണ്ടിരുന്നതെന്ന് പറയുമ്പോൾ, അത് മോളെ ആ സമയത്ത് എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല, ഞാൻ വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു, ഞാൻ കണ്ണനോട് എന്തൊക്കെ പറഞ്ഞു എന്ന് പോലും ഞാൻ ഓർക്കണില്ല. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ മഹാലക്ഷ്മിയെ കൊന്നിട്ട് ജയിലിലേക്ക് പോവുകയാണെങ്കിൽ ആ വാമനെയും കൂടെ കൊണ്ടുപോകും. അയാൾ ഒരു തെറ്റ് മാത്രമല്ല ചെയ്തേക്കണത്, മോളെയും മഹാലക്ഷ്മിയും ആ വീട്ടിലേക്ക് തന്നെ വിവാഹം ആലോചിച്ച് കൊണ്ടുപോയി ആ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, ഇനി മഹാലക്ഷ്മി കുഞ്ഞും കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണാനൊക്കൂല. ഇനിയിപ്പോൾ അച്ഛൻ അവളെ കൊന്നതുകൊണ്ട് എൻ്റെ ജീവിതം തകർന്നാലും എനിക്ക് കുഴപ്പമില്ല, അവൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. എൻ്റെ കൺമുമ്പിൽ അവൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഒരു നിമിഷം പോലും എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അച്ഛൻ അവളെ കൊന്നതിന് ശേഷം ഇനി നമുക്ക് തമ്മിൽ കാണാമെന്നും പറഞ്ഞുകൊണ്ട് കരുണ അങ്ങോട്ട് പോകുന്നുണ്ട്. കരുണ പോയി കഴിഞ്ഞതും പ്രതാപനാണെങ്കിൽ ഇങ്ങനെ ആകെ ആലോചിച്ചു നിൽക്കുന്നുണ്ട്, എങ്ങനെ മഹാലക്ഷ്മിയെ തീർക്കും. എന്തായാലും ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എൻ്റെ മോളുടെ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ. എൻ്റെ മോളുടെ സന്തോഷത്തിന് വേണ്ടി ജയിലിൽ പോകാനോ ഇനിയിപ്പോൾ ഒരു 10 പേരെ കൊല്ലണമെങ്കിൽ അതിനും ഞാൻ തയ്യാറാന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രതാപനാണെങ്കിൽ കാറിൽ കയറി പോകുന്നുണ്ട്. ഇതേസമയം ദുർഗയാണെങ്കിൽ ഈ കരുണ എവിടെ പോയതാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കരുണ അങ്ങോട്ട് വരുന്നുണ്ട്. കരുണയെ കണ്ടതും ദുർഗ ചോദിക്കുന്നുണ്ട്, മോളിത് എവിടെ പോയതാന്ന് ചോദിക്കുമ്പം, എനിക്ക് അച്ഛനെ ഒന്ന് കാണണമായിരുന്നു അമ്മേ, അതിനു വേണ്ടി പോയതാന്ന് പറയുമ്പം, എന്തായിരുന്നു മോളെ അത്യാവശ്യം എന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അച്ഛനോട് സംസാരിക്കാനുണ്ടായിരുന്നു. മോളുടെ അച്ഛനക്ക് ഞാൻ ആ വീഡിയോ ഇട്ട് കൊടുത്തിട്ട് മോളുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നോന്നുമില്ലല്ലോ എന്ന് പറയുമ്പം, ഏത് വീഡിയോയുടെ കാര്യം അമ്മ പറയണേന്ന് ചോദിക്കണം. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, മോളിവിടെ പെര തുടയ്ക്കണ ആ ഒരു വീഡിയോ ഞാൻ മോളുടെ അച്ഛന് ഇട്ട് കൊടുത്തായിരുന്നു, മുത്തശ്ശിയെ വിളിച്ച് വിവരവും പറഞ്ഞു, അത് കണ്ടിട്ട് അവരിവിടെ ചോദിക്കാൻ വരുമെന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തത്, പക്ഷേ അവർ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഇങ്ങോട്ട് ചോദിക്കാനൊന്നും വന്നില്ലല്ലോ മോളെ എന്ന് പറയുമ്പം, അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലാഞ്ഞിട്ടാണോ ആ വീഡിയോയൊക്കെ അച്ഛനും മുത്തശ്ശിക്കും ഇട്ട് കൊടുത്തത്, അവർക്കത് കണ്ടാൽ ഭയങ്കര വിഷമാവൂലേ എന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട്, അത് തന്നെ മോളെ ഞാൻ വിചാരിച്ചതും, അവർക്കത് കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എന്തായാലും ആ മഹാലക്ഷ്മിയോടും കണ്ണനോടും ചോദിക്കാനായിട്ട് അവരിങ്ങോട്ട് വരുമെന്നാണ് വിചാരിച്ചാൽ, പക്ഷെ അവർ വന്നില്ലല്ലോ മോളെ, അതെന്താ കാരണം എന്ന് ചോദിക്കുമ്പം, അതൊന്നും എനിക്കറിയില്ല അമ്മേ. അപ്പോൾ മോളിന്ന് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പം, എന്തായാലും ഞാനിവിടുത്തെ ജോലികൾ എടുക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞേക്കണേ, പിന്നെ ഇനി അച്ഛനെ അതിലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, ഇനിയിപ്പോൾ അധിക ദിവസമൊന്നും ഞാനിവിടുത്തെ ജോലികൾ എടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല, അതിനു മുമ്പ് തന്നെ എൻ്റെ അച്ഛൻ എൻ്റെ പ്രശ്നമൊക്കെ പരിഹരിച്ച് വരുമെന്ന്. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, പ്രതാപൻ എന്ത് ചെയ്യുമെന്നാണ് മോള് പറയണേന്ന് ചോദിക്കുമ്പം, അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, എന്തായാലും കാര്യങ്ങൾ നടന്നതിന് ശേഷം ഞാൻ അമ്മയോടെല്ലാം വിശദമായിട്ട് പറയാം, അതെല്ലാം നടന്നതിന് ശേഷം ചിലപ്പോൾ ഞാനിവിടെ ഉണ്ടായിന്നും വരൂല. ആ സമയത്ത് ദുർഗയാണെങ്കിൽ ഇങ്ങനെ ആകെ സംശയത്തോടുകൂടി കരുണയോട് ചോദിക്കുന്നുണ്ട്, മോൾ എന്തൊക്കെയായി പറയണേന്ന് ചോദിക്കുമ്പം, അതൊന്നുമില്ല അമ്മേ, ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞ് കരുണ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മേനെയും കണ്ണനെയാണ്. പ്രതാപൻ്റെ അമ്മ കണ്ണനോട് പറയുന്നുണ്ട്, മോനെ എന്തായാലും എൻ്റെ മോനൊരു തെറ്റ് പറ്റിപ്പോയി, അവൻ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ, ആ മഴയത്ത് അറിയാതെ മോൻ്റെ അച്ഛൻ്റെ ബൈക്കിൽ തട്ടിപ്പോയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അറിയാതെ സംഭവിച്ചതാണെങ്കിൽ അയാൾ ആ വണ്ടി നിർത്തി എന്നെയും എൻ്റെ അച്ഛനെയും ആസ്പത്രിയിൽ കൊണ്ടുപോകേണ്ടതല്ലായിരുന്നോ, അന്ന് മഹി കുഞ്ഞായിരുന്നു, എന്നാലും മഹി ഒരുപാട് പറഞ്ഞു അച്ഛാ വണ്ടി നിർത്ത് അവരെ ആസ്പത്രിയിൽ കൊണ്ടുപോകാമെന്ന്, എന്നിട്ട് അയാൾ അത് കേട്ടോ, അപ്പോൾ അയാൾ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതല്ലേ എന്ന് ചോദിക്കുമ്പം പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പിന്നെ എന്ത് പറയണമെന്ന് അറിയില്ല. എന്നിട്ട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, പ്രതാപൻ ചെയ്ത തെറ്റിന് എന്തിനാണ് നിങ്ങൾ കരുണമോളെ ശിക്ഷിക്കണേന്ന് ചോദിക്കുമ്പം, എന്തായാലും അയാളുടെ ജയിലിൽ വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, അയാൾക്കും നിങ്ങൾക്കും വേദനിക്കണമെങ്കിൽ കരുണയുടെ കണ്ണ് നിറയണം, അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണം,
അല്ലാതെ കരുണേനെ ശിക്ഷിക്കണമെന്ന് കരുതിയിട്ടല്ല. ഇതെല്ലാം നിങ്ങൾക്കുള്ള ശിക്ഷ തന്നെയാണ്. ആ സമയം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും കുറച്ച് ദിവസമായില്ലേ ഞങ്ങളുടെ കുഞ്ഞവിടെ കിടന്ന് കഷ്ടപ്പെടണു, ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ മോനെ എന്ന് ചോദിക്കുമ്പം അതൊരിക്കലും നിർത്താൻ പറ്റില്ല. എന്തായാലും അവളെ ഞങ്ങൾ നല്ലൊരു പെൺകുട്ടിയാക്കിയിട്ട് ഞങ്ങളുടെ ഈ തീരുമാനം മാറ്റുള്ളൂ. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി കണ്ണനെ ചായ കുടിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ഞാൻ വരുമെന്നും പറഞ്ഞുകൊണ്ട് ടേബിളിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് മഹാലക്ഷ്മി മോഹിനിയും കൂടി ഒരുപാട് പലഹാരങ്ങളും ചായയൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, എന്തിനാ അമ്മ ഇത്ര അധികം പലഹാരം എന്ന് വയ്ക്കുമ്പോൾ മോൻ വല്ലപ്പോഴും അല്ലേ ഇവിടെ വന്നത്, അപ്പോൾ മോനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരാമെന്ന് കരുതി ഞാൻ ഉണ്ടാക്കി വെച്ചതാ, എന്തായാലും മോൻ കഴിക്കുന്നും പറഞ്ഞു മഹാലക്ഷ്മിയും കണ്ണനും ചായ കുടിക്കുന്ന സമയത്ത് മോഹിനി അമ്മ ചായ കുടിക്കണല്ലോ ചോദിക്കുമ്പം എനിക്ക് ചായ ഒന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ എൻ്റെ വയറ് നിറഞ്ഞാൽ നിൽക്കണം, നിങ്ങൾ കുടിക്കുക, നീ നിൻ്റെ മോളെ അങ്ങോട്ട് ഊട്ടടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അന്നേരം മോഹിനി ആണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ മോനെ, ഇവരൊന്നും ഒരിക്കലും നന്നാവാൻ പോണില്ല. ഞാൻ വിചാരിച്ചത് പ്രതാപേട്ടന് അസുഖം വരുമ്പോഴെങ്കിലും ഇവർ നന്നാവുന്ന, പക്ഷേ ഇപ്പോൾ വീണ്ടും ഇവരുടെ സ്വഭാവം അങ്ങനെ തന്നെയായി, മോൻ ഇതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞാൻ അവരെ ഒന്നും ഗൗരവത്തിൽ എടുത്തിട്ടില്ല, എന്തായാലും അവരൊരിക്കലും നന്നാവും എന്നുള്ള പ്രതീക്ഷയില്ല, കരുണയെ എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കണം എന്നുള്ളൊരു വാശിയാണ് ഞങ്ങൾക്കുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനെയാണ്. വാമദേവൻ വീട്ടിലേക്ക് ചെന്നതും സീമന്തിന് ചോദിക്കുന്നുണ്ട്, എന്തിനായിരുന്നു പ്രതാപം വിളിച്ചതെന്ന്. ആ സമയം വാമദേവൻ പറയുന്നുണ്ട്, ഒന്നും പറയണ്ടടി സീമന്തിന്, എനിക്കിപ്പോൾ തലവേദന കഴിഞ്ഞിട്ട് നേരമില്ല, എന്തായാലും കരുണേനെ മഹാലക്ഷ്മിയും കണ്ണനും വീട്ടുജോലിയൊക്കെ ചെയ്യിപ്പിക്കുകയാണല്ലോ, അത് പ്രതാപന് സഹിക്കണില്ല, അതുകൊണ്ട് പ്രതാപൻ പറയണത് മഹാലക്ഷ്മിയെ കൊല്ലണം എന്നാണ്. ആ സമയം സീമന്തിനി പറയുന്നുണ്ട്, ഈ പ്രതാപന് ഇപ്പോഴും കൊല്ലണ വിചാരം മാത്രമാണുള്ളൂ, ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ചു, അതുപോലെ മഹാലക്ഷ്മി മരിച്ചു എന്നും പറഞ്ഞ് കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയും ഒക്കെ ചെയ്തതല്ലേ, അതിൻ്റെയൊക്കെ അവസാനം എന്താ സംഭവിച്ചതെന്ന് മാമേട്ടനെ അറിയില്ലേ, എന്നിട്ട് വീണ്ടും പ്രതാപൻ ആ ലക്ഷ്മിയെ കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കണേ എന്തിനാന്ന് ചോദിക്കുമ്പം അത് ഞാൻ അവനോട് പറഞ്ഞു സീമന്തിനി, പക്ഷെ അവനക്ക് അതൊന്നും മനസ്സിലാവണില്ല, ജയിലിൽ പോയാലും കുഴപ്പമില്ല, മഹാലക്ഷ്മിയെ കൊല്ലണം, കരുണയുടെ സന്തോഷത്തിന് അത് ചെയ്യൂന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കണേന്ന് പറയുമ്പോൾ അതിന് ഇയാൾക്ക് എന്താ ഇത്ര പ്രശ്നം, കരുണ വേറൊന്നും ചെയ്യണില്ലല്ലോ, വീട്ടുജോലിയല്ലേ ചെയ്യണുള്ളൂ, അത് ഇത്രയും നാളും മഹാലക്ഷ്മിയും ദുർഗയും ചെയ്തുകൊണ്ടിരുന്നതല്ലേ, പിന്നെ അയാളുടെ മോൾക്ക് എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുമ്പം അയാളും അയാളുടെ അമ്മയും കരുണയുടെ കണ്ണ് നിറയാതെ ഇത്രയും കാലം വളർത്തിക്കൊണ്ട് വന്ന അങ്ങനെയുള്ള കരുണ കമലേശ്വരത്തെ ജോലി ചെയ്യുന്നത് അവനക്ക് സഹിക്കണില്ല, എന്തായാലും മഹാലക്ഷ്മിയെ കൊന്നിട്ട് ജയിലിലേക്ക് പോകുന്ന പറഞ്ഞേക്കണേന്ന് പറയുമ്പം സീമന്തിനി പറയുന്നുണ്ട്, ഇനി അതിൻ്റെ ഇടയ്ക്ക് അയാൾ വാമേട്ടൻ്റെ പേരെങ്ങാനും പറയുമെന്ന് ചോദിക്കുമ്പം അതും പറയാൻ പറ്റില്ല സീമന്തിനി, കണ്ണൻ്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് ഞാനാണെന്നെങ്ങാനും അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ജയിലിൽ പോകേണ്ടി വരും, ഇതിലും ഭേദം ഞാൻ അവനെ കൊല്ലണേ ആയിരിക്കുന്നുണ്ടെന്ന്. ആ സമയം സീമന്തിനി പറയുന്നുണ്ട്, ഏത് നേരത്താണാവോ നിങ്ങൾക്ക് ആ വിശ്വട്ടനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാൻ തോന്നിയത്, എന്തായാലും പ്രതാപൻ്റെ ശരീരത്തിൽ നിന്ന് വിശ്വട്ടനെ ഇറങ്ങിയതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ ശരീരത്തായിരിക്കും കയറണേ, അങ്ങനെയാണെങ്കിൽ പ്രതാപം പറയേണ്ട വരില്ല, നിങ്ങളായിട്ട് തന്നെ എല്ലാ സത്യങ്ങളും പറയും, പിന്നെ നിങ്ങളോട് ഇപ്പോൾ സ്നേഹത്തിൽ നിൽക്കണ ദുർഗയും ഉണ്ണിയും നിങ്ങളെ ശത്രുവായി കാണും, അതുമാത്രമല്ല ഉണ്ണി നിങ്ങളെ ജീവനെ വിടുമെന്നും സംശയമാണ്, കാരണം അവൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് അവനക്ക് സ്വത്തൊന്നും കിട്ടാത്തതെന്ന് അവൻ എപ്പോഴും പറയാറുണ്ട്, അച്ഛൻ മരിക്കാൻ കാരണക്കാരൻ നിങ്ങളാണെന്നറിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്താവും, അതുപോലെ തന്നെ കണ്ണൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കിട്ടുന്ന ശമ്പളവും കിട്ടൂല, ഇപ്പം മേഘം കിടപ്പിലാണെങ്കിലും മേഘൻ്റെ അക്കൗണ്ടിലേക്കും പണം വരുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിലേക്കും പണം വരുന്നുണ്ട്, ആ പണം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനക്കമില്ലാണ്ട് കിടക്കണ മോനെയും കൊണ്ട് നിങ്ങൾ എങ്ങോട്ട് പോകും, അതുമാത്രമല്ല സ്വാതിയുടെ വിവാഹവും നടത്തിയിട്ടില്ല, നിങ്ങൾ നല്ല രീതിയിലായിരുന്നെങ്കിൽ കണ്ണൻ തന്നെ വിവാഹമൊക്കെ നടത്തി തന്നേനെ, ഇനിയിപ്പോൾ കരുണയ്ക്കും ഇടയ്ക്കിടയ്ക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അവള് സത്യങ്ങളൊക്കെ എപ്പോഴാണ് വിളിച്ചു പറയാമെന്ന് പറയാൻ പറ്റില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണി വരാണ്. ഉണ്ണി വന്നതും ദുർഗയെടുത്ത് കരുണ വന്നില്ല അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഉവ്വ മോനെ കരുണ വന്നു, അവൾ എവിടെ പോയതാന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛനെ കാണാൻ പോയതാന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അതെന്തിനാ അവൾ അച്ഛനെ കാണാൻ പോയേ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അവളുടെ അച്ഛനെ കാണാൻ പോണത് അവൾക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് പറയുമ്പം അത് വേറെ ഒന്നുമല്ല, ഇവിടെ അവൾ ഒരുപാട് ജോലി എടുക്കണില്ലേ, അവൾ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛനോട് സങ്കടം പറയാൻ പോയതായിരിക്കും. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും അവൾ പറഞ്ഞില്ല, മോനെ നമ്മൾ സംശയിക്കണ പോലെ എന്തോ ഒരു രഹസ്യം കരുണ മറച്ചു വെക്കുന്നുണ്ട്, അത് കണ്ണനും മഹാലക്ഷ്മിക്കും അറിയാം, അതുകൊണ്ടാണ് ഇപ്പം അവർ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കുന്നത്, അല്ലെങ്കിൽ വന്ന കാലം തൊട്ടേ ഞാൻ കരുണേനെ കാണുന്നതല്ലേ, മഹാലക്ഷ്മി അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി അവൾ തിരിച്ചു പറയണതാ, ഇപ്പം മഹാലക്ഷ്മി എന്ത് പറഞ്ഞാലും കരുണ ഒരക്ഷരം മറുപടി പറയാറുമില്ല, മഹാലക്ഷ്മിയും കണ്ണനും പറയണ എല്ലാ ജോലിയും അവൾ ചെയ്യണമുണ്ടെന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും ആ രഹസ്യം നമുക്കൊന്ന് കണ്ടുപിടിക്കണമല്ലോ അമ്മയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ പ്രതാപൻ്റെ വീട്ടിലേക്ക് വരാണ്. ആ സമയത്ത് കണ്ണൻ്റെ കാർ അവിടെ കണ്ടതും പ്രതാപൻ മനസ്സ് വിചാരിക്കുന്നുണ്ട് ആ ലക്ഷ്മിയും കണ്ണനും വന്നിട്ടുണ്ടെന്ന് തോന്നണമല്ലോ. അങ്ങനെ പ്രതാപനെ ഇറങ്ങി വന്നതും കണ്ണനെ കാണുമ്പോൾ പ്രതാപന്
ഒട്ടും ഇഷ്ടപ്പെടണില്ലെങ്കിലും പ്രതാപൻ സ്നേഹത്തോടുകൂടി തന്നെ ആ കണ്ണനോ നീ എപ്പോഴാണ് വന്നേ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ വിശേഷമൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പം എന്തുണ്ട് വിശേഷം, നിങ്ങൾ കഴിഞ്ഞ ദിവസം വേഷം മാറി അമ്പലത്തിൽ വന്നേ എന്തിനാന്ന് ചോദിക്കണം. ആ സമയത്ത് പ്രതാപൻ മറുപടി എന്ത് പറയണമെന്ന് അറിയാതെ നിന്ന് പരുങ്ങുന്നുണ്ട്. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, മര്യാദക്കുള്ള വേഷത്തിൽ വരുവായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അന്ന് ആ മാതിരി അടി കിട്ടുമായിരുന്നോ? വേഷം മാറി വന്നതുകൊണ്ടല്ലേ ആളുകളെല്ലാം ചേർന്ന് കള്ളനാന്ന് പറഞ്ഞ് നിങ്ങളെ തല്ലിയത്, അല്ലെങ്കിലും നിങ്ങൾക്ക് കുറച്ച് തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ആ രീതിയിൽ പരിഹരിക്കപ്പെട്ട് കാണുമെന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, അത് കണ്ണ ഞാൻ വെറുതെ അവിടെ വന്നതാ, ഒരു തമാശയ്ക്ക് വന്നതാന്ന് പറയുമ്പോൾ നിങ്ങൾ വന്ന ലക്ഷ്യമൊക്കെ എനിക്കറിയാം, പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം നടന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് കണക്കിന് കിട്ടുകയും ചെയ്തു. പിന്നീട് മാർക്കോയുടെ ഇന്നും നല്ലോണം കിട്ടിയില്ലേന്ന് ചോദിക്കണം. ആ സമയത്ത് പ്രതാപൻ മനസ്സിൽ പറയുന്നുണ്ട്, എന്തായാലും എല്ലാവരും എന്നെ മാറി മാറി തല്ലുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഈ സന്തോഷം അധിക നേരമൊന്നും ഉണ്ടാവില്ലടാ, ഇന്നത്തോടു കൂടി നിന്റെ എല്ലാ സന്തോഷവും ഞാൻ ഇല്ലാണ്ടാക്കും. നിന്റെ സന്തോഷം എന്ന് പറയുന്നത് ലക്ഷ്മി അല്ലേ, അവൾ ഇല്ലാണ്ടായാൽ പിന്നെ നീ ഇല്ലല്ലോ, അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കണ്ണനാണെങ്കിൽ ഈ പ്രതാപൻ എന്താ ഇങ്ങനെ ആലോചിക്കണേന്നുള്ള രീതിയിൽ പ്രതാപൻ്റെ നേരെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ റൂമിലോട്ട് പോണ സമയത്ത് പ്രതാപൻ്റെ അമ്മ പുറകെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, കർണമോൾ എന്തിനാണ് ആ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ കർണമോൾ അവിടുത്തെ കഷ്ടപ്പാട് പറയാൻ വേണ്ടി അമ്മയെ കാണണമെന്ന് പറഞ്ഞ്, എന്നിട്ട് നീ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മിയെ എത്രയും പെട്ടെന്ന് ഇല്ലാണ്ടാക്കണം എന്നാണ് കർണമോളുടെ ആഗ്രഹം. അത് ഞാൻ ആ വാമദേവനെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കമലേശ്വരത്ത് ഒരു സ്ഥലം ഒഴിവാക്കിയിട്ടേക്കാനും ലക്ഷ്മിയെ കത്തിക്കാൻ വേണ്ടി ഒരു മാവും റെഡിയാക്കി വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഈ പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവളെ കൊല്ലാനാണോ എന്ന് ചോദിക്കുമ്പം പിന്നെ അവളെ ജീവിപ്പിക്കാനാണോ ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്തായാലും ഇന്നത്തോടുകൂടി അവളെ ഞാൻ ഇല്ലാണ്ടാകും, അത് ഞാൻ എൻ്റെ മോൾക്ക് കൊടുത്ത വാക്ക, എൻ്റെ മോളുടെ കണ്ണീരിന് അത് മാത്രമേ ഉള്ളൂ പ്രതിവിധി. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതൊക്കെ വലിയ പ്രശ്നമാവില്ലേടാന്ന് ചോദിക്കുമ്പം എന്തായാലും അവൻ്റെ അച്ഛനെ കൊന്ന കേസിൽ എന്നെ അവൻ ജയിലിലേക്ക് പറഞ്ഞു വിടും, ഇപ്പം അവൻ എന്നെ ഒന്നും ചെയ്യണില്ല എന്നുള്ളൂ, അതിൻ്റെ കൂടെ ഇതും കൂടി ആയിക്കോട്ടെ അമ്മ, ഇനി എൻ്റെ മോൾക്ക് വേണ്ടി ജയിലിൽ കിടക്കാനും എനിക്ക് സങ്കടമൊന്നുമില്ല എന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇതൊക്കെ കൈവിട്ട കളിയാണ് കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ വീണ്ടും നീ ആ മാർക്കോയുടെ ഇന്ന് തല്ല് വാങ്ങി കൂട്ടുമെന്ന്. ആ സമയം പ്രതാപൻ പറയുന്നുണ്ട്, ഇനി ആ മാർക്കോ എന്നെ തല്ലാൻ വന്നാൽ ഞാൻ അവനെയും തീർത്ത് കളയുമെന്ന്. അങ്ങനെ പ്രതാപൻ ഞാൻ എന്തായാലും പുറത്തു വരെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് വെളിയിലേക്ക് പോകുന്നുണ്ട്. പ്രതാപൻ പോകുന്നത് വേറെ ഒന്നിനുമല്ല, ഈ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് കത്തി വാങ്ങാനാണ്. പ്രതാപൻ പോയി കഴിഞ്ഞതും മഹാലക്ഷ്മി കണ്ണനോട് വന്നിട്ട് പറയുന്നുണ്ട്, അയാളുടെ പോക്കത്ര പന്തിയായിട്ട് തോന്നണില്ലല്ലോ കണ്ണേട്ടാന്ന് പറയുമ്പം അയാൾ എന്ത് ചെയ്യുമെന്നാ താൻ പറയണേ, ഇപ്പോൾ ഞാൻ പണ്ടത്തെ കൂട്ടൊന്നുമല്ല, അയാൾ വിചാരിച്ചിരിക്കണേ ഞാൻ വീൽ ചെയറിലിരിക്കുന്ന ആളാണ്, അയാൾ ഇനി നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അയാളെ തിരിച്ചടിക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടെന്ന് തനിക്കറിയില്ലേ, അന്ന് തന്നെ ഞാൻ അയാൾക്കിട്ട് ശരിക്കും കൊടുത്തതാണ്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, എന്നാലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് കണ്ണേട്ടനെ എഴുന്നേറ്റ് നടന്നാൽ അതും പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പം എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് മഹി, ഞാൻ എഴുന്നേറ്റ് നടക്കുന്നത് എല്ലാവരും അറിയാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും, അതിനെ തടഞ്ഞു നിർത്താനൊന്നും നമുക്ക് പറ്റില്ല എന്ന്. പിന്നീട് നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഫോൺ എടുത്ത് കരുണയ്ക്ക് വിളിക്കുന്നുണ്ട്. കാരണം ഫോൺ എടുത്തത് എന്തായി അച്ഛാന്ന് ചോദിക്കുമ്പം മോളെ ഇന്ന് തന്നെ മോളെ ആഗ്രഹിച്ചതുപോലെ മഹാലക്ഷ്മിയുടെ മരണം സംഭവിക്കുന്നു. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, അതെന്താ അച്ഛാ അച്ഛൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മിയും കണ്ണനും ഇപ്പോൾ വീട്ടിലുണ്ട്, അവളെ കൊല്ലാനായിട്ട് ഞാനൊരു കത്തി വാങ്ങാൻ ഇറങ്ങിയേക്കോ മോളെ. അന്നേരം കരുണ ചോദിക്കുന്നുണ്ട്, അച്ഛൻ പറയുന്നത് നേരാണോ, എനിക്കിത് വിശ്വസിക്കാമോ എന്ന് ചോദിക്കുമ്പം 100% വിശ്വസിക്കാം മോളെ, ഇന്നത്തോടുകൂടി അവളുടെ ശല്യം ഒഴിയും, അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അവളെ കുത്തി കൊല്ലുമെന്ന്. ആ സമയം കരുണ സന്തോഷത്തോടുകൂടി ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ തിരിച്ചു വരാണ്. തിരിച്ചു വന്നതും പ്രതാപൻ കണ്ണനോടും മഹാലക്ഷ്മിയോടുമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഞാൻ ചെയ്ത തെറ്റിന് എന്തിനാ കരുണമോളെ ഇട്ട് സങ്കടപ്പെടുത്തണേന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങളെ ജയിലിലേക്ക് വിടാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല, പക്ഷേ നിങ്ങളെ ജയിലിലേക്ക് വിട്ടിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്കും നോവണമെങ്കിൽ കരുണയുടെ കണ്ണ് നിറയണം, അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തേന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, എൻ്റെ മോളുടെ മുഖത്തെ സന്തോഷം കാണാനാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ, അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, ഇനിയിപ്പോൾ മഹാലക്ഷ്മിയെ കൊല്ലണമെന്ന് വെച്ചാൽ അതിന് ഞാൻ മടിക്കൂല. ആ സമയം മോഹിനിയും മഹാലക്ഷ്മിയും കണ്ണനും എന്തോ ഒരു പന്തികേട് പോലെ പരസ്പരം നോക്കുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടി നിന്നെ ഞാൻ അവിടെ എൻ്റെ മോളുടെ ദാസിയാക്കാനാണ് വിട്ടെ, എന്നിട്ടിപ്പം നീ എൻ്റെ മോളെ അവിടെ ദാസിയാക്കിയേക്കോ അല്ലേ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കണേന്ന് മഹാലക്ഷ്മി പറഞ്ഞതും ആണോടി, എന്നാൽ ഞാൻ ഒരു തെറ്റും കൂടി ചെയ്യാൻ പോവാം, നിന്നെ അങ്ങോട്ട് കൊല്ലാൻ പോവാന്ന് പറഞ്ഞ് മഹാലക്ഷ്മിയുടെ കഴുത്തിന് ഏറി പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് കണ്ണനാണി പറയുന്നുണ്ട്, വേണ്ട നിങ്ങൾ അവളെ ഒന്നും ചെയ്യരുത്, അവളെ വിടുന്ന് പറയുന്നുണ്ടെങ്കിലും പ്രതാപൻ
പ്രതാപനക്ക് അറിയില്ല കണ്ണനെ എഴുന്നേറ്റ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇല്ല, നിൻ്റെ മുന്നിലിട്ട് തന്നെ ഞാൻ ഇവളെ തീർക്കും, ഞാനല്ലേ നിനക്ക് ഇവളെ കൈ പിടിച്ച് തന്നത്, അപ്പോൾ എനിക്ക് തന്നെ ഇവളെ നിന്നിൽ നിന്ന് അകറ്റാനുള്ള ചുമതലയും, എന്നാലേ എൻ്റെ മോളുടെ സന്തോഷം എനിക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും മഹാലക്ഷ്മിയുടെ കഴുത്തിൽ പിടിച്ചിങ്ങനെ ഞെക്കി വയ്ക്കുമ്പം ഈ മോഹിനിയാണെങ്കിൽ പേടിയോടുകൂടി പ്രതാപേട്ട എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് പ്രതാപൻ്റെ മുമ്പിൽ കൈ കൂപ്പി നിന്ന് കരയുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ആകെ ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. അവർ പ്രതാപനെ തടയാനോ ഒന്നും ശ്രമിക്കണമില്ല. എന്നിട്ട് പ്രതാപൻ മഹാലക്ഷ്മിയുടെ കഴുത്തിന് ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിന്നിട്ട് എളിയിലിരുന്ന കത്തി എടുത്ത് അതിൻ്റെ ഉറയൊക്കെ ഊരി മഹാലക്ഷ്മിയെ കുത്താൻ പോണേ. ആ സമയത്ത് മഹാലക്ഷ്മി പെട്ടെന്ന് തന്നെ എന്നെ വിടുമെന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രതാപനെ തള്ളി അങ്ങോട്ട് മാറ്റുന്നുണ്ട്. പ്രതാപനെ തള്ളി മാറ്റിയതും പ്രതാപൻ വേച്ചു പോകുമ്പം മഹാലക്ഷ്മി ആണെങ്കിൽ ഇറങ്ങി പുറത്തേക്ക് ഓടുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഓടുമ്പോൾ മഹാലക്ഷ്മിയുടെ പുറകെ ഈ പ്രതാപനെ ഓടുന്നുണ്ട്. പ്രതാപൻ്റെ പുറകെ മോഹിനി ചെല്ലുന്നുണ്ട്. വേണ്ട പ്രതാപേട്ട, എൻ്റെ മോളെ ഒന്നും ചെയ്യണ്ടെന്നും പറഞ്ഞുകൊണ്ട്. ഇതേ സമയം കണ്ണനാണെങ്കിലും വീൽ ചെയർ ഉറ്റിക്കൊണ്ട് ഈ പ്രതാപൻ്റെ മഹാലക്ഷ്മിയുടെ പുറകെ മുറ്റത്തോട്ട് വരുന്നുണ്ട്. പിന്നീട് മുറ്റത്തെത്തിയതും ഈ പ്രതാപനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ മുടുക്കുത്തി പിടിച്ച് നിർത്തിയിട്ട് നിന്നെ ഇന്നത്തോടു കൂടി ഞാൻ തീർക്കൂടി, എൻ്റെ കർണമോളുടെ മുഖം കാണുമ്പോൾ എനിക്ക് സഹിക്കണില്ല, അവളുടെ മുഖം തെളിയണമെങ്കിൽ നീ ഈ ലോകത്തുനിന്ന് പോകണമെന്നും പറഞ്ഞുകൊണ്ട് കത്തി ഊരി കുത്താൻ തുടങ്ങിയതും ഒരു ചവിട്ട് പ്രതാപൻ്റെ പുറത്തേക്ക് കിട്ടുന്നുണ്ട്. ആ ചവിട്ട് കൊണ്ടതും പ്രതാപൻ തെറിച്ച് വീഴുന്ന സമയത്ത് മഹാലക്ഷ്മിയും മോഹിനിയൊക്കെ അമ്പരന്ന് ഇങ്ങനെ നോക്കുമ്പം കണ്ണനാണ് ഈ പ്രതാപനെ ചവിട്ടിയേക്കണത്. ഈ സമയത്ത് ഒച്ചയും ബഹളവും കേട്ടിട്ട് നമ്മുടെ സുമേഷ് ഏട്ടനാണ് ഈ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. സുമേഷ് ഏട്ടൻ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച കണ്ണൻ ഈ പ്രതാപനെ ചവിട്ടി വീഴ്ത്തുന്നതാണ്. അങ്ങനെ സുമേഷും അങ്ങോട്ട് ഓടി വന്നിട്ട് ഈ മോഹിനിയുടെ അടുത്തേക്കൊക്കെ വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം ഇയാൾ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതാന്ന് പറയുന്നു. ആ സമയം കണ്ണനാണെങ്കിൽ പ്രതാപനെ ചവിട്ടി വീഴ്ത്തിയിട്ട് പ്രതാപൻ തിരിഞ്ഞു നോക്കുമ്പം കണ്ണൻ നിവർന്ന് നിൽക്കുന്നതാണ് കാണുന്നത്. ആ സമയത്ത് പ്രതാപൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അപ്പം ഇവൻ നടന്നു തുടങ്ങിയെന്ന് പറഞ്ഞത് സത്യമല്ലേന്ന്. അതേ നേരം തന്നെ കണ്ണൻ പ്രതാപൻ്റെ അടുത്തേക്ക് എന്നിട്ട് എടാ നിന്നെ ഞാനിന്ന് ശരിയാക്കൂടാന്നും പറഞ്ഞുകൊണ്ട് പ്രതാപനെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പ്രതാപനാണെങ്കിൽ തല്ലല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിലും കണ്ണൻ്റെ എല്ലാ ദേഷ്യവും പ്രതാപൻ്റെ മേത്ത് തീർക്കുന്നുണ്ട്. അങ്ങനെ ഈ കണ്ണനാണെങ്കിൽ ഒരുപാട് തല്ലണ കാണുമ്പം പ്രതാപൻ്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാണ്ട് പ്രതാപൻ്റെ അമ്മ ഓടി വന്നിട്ട് കണ്ണാ മോനെ ഇനി തല്ലല്ലേടാ, അവൻ ചത്തുകൂടാന്ന് പറയുമ്പം ഇവനൊക്കെ ചാവട്ടെ, എന്തിനാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മകൻ, എൻ്റെ അച്ഛനെ കൊന്നിട്ട് ഞാനിവനെ വെറുതെ വിട്ടതാ, അപ്പോൾ അവൻ മഹിയേയും കൊല്ലാൻ നോക്കണു, ഈ കൊലയാളിയെ ഇനി വെറുതെ വിടൂലാന്നും പറഞ്ഞു കുറേ തല്ലുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ്റെ മൂക്കിൽ നിന്നും വായിന്നൊക്കെ ചോര ഒഴുകി വരുന്നുണ്ട്. ആ സമയത്താണ് കണ്ണൻ സമീപത്ത് കിടക്കണ ആ ഒരു കത്തി കാണുന്നത്. ആ കത്തി കണ്ടതും കണ്ണൻ വേഗം തന്നെ ചെന്ന് കത്തി എടുത്ത് പ്രതാപനെ കുത്താനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് സുമേഷും മഹാലക്ഷ്മിയും മോഹിനിയും എല്ലാവരും ചേർന്ന് കൊല്ലല്ലേന്നും പറഞ്ഞുകൊണ്ട് കണ്ണനെ വട്ടമിട്ട് പിടിക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇയാൾക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കാനുള്ള ഒരർഹതയില്ല, ഇയാൾക്ക് കൊലയാളി മനസ്സാ, അതുകൊണ്ട് ഇയാളെ ഞാൻ ഇന്ന് തീർക്കുമെന്നും പറഞ്ഞ് ഈ പ്രതാപനെ കുത്താനായിട്ട് ചെല്ലുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് വേണ്ട കണ്ണേട്ട, നമ്മളുടെ കുഞ്ഞിനെ അച്ഛനില്ലാണ്ടാക്കരുത്, എന്തായാലും കണ്ണേട്ടനൊരു കൊലപാതക ആവണ്ട, അയാളെ നമുക്ക് നിയമത്തിന് വിട്ടുകൊടുക്കാമെന്ന്. അങ്ങനെ സുമേഷും പറയുന്നുണ്ട് കണ്ണൻ സാറെ വേണ്ട കണ്ണൻ സാറ് ഇയാളെ കൊന്നിട്ട് ജയിലിൽ പോകേണ്ടവനല്ല, മഹാലക്ഷ്മി മേഡത്തിൻ്റെ കൂടെ സന്തോഷമായിട്ട് ഇനി ഒരു ജീവിതമുണ്ട്, എന്തായാലും ഇയാളെ ഇനി വെറുതെ വിടരുത്, ഇയാളെ പോലീസിലെ ഏൽപ്പിക്കണം. അതേസമയം പ്രതാപനാണെങ്കിൽ തല്ലുകൊണ്ട് ആകെ ആവശ്യതയായി കിടക്കാണ്. പ്രതാപൻ്റെ അടുത്തേക്ക് പ്രതാപൻ്റെ അമ്മ ചെന്നിട്ട് പ്രതാപനെ പിടിച്ചെണിപ്പിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട് അമ്മേ എനിക്ക് എഴുന്നേക്കാനൊന്നും പറ്റില്ല, എൻ്റെ എല്ലാം ഒടിഞ്ഞു എന്നാ തോന്നണേന്ന് പറയുമ്പോൾ നിൻ്റെ എല്ലല്ലടാ എല്ലാം ഒടിയണം, അല്ലെങ്കിൽ പിന്നെ നീ ഈ സമയത്ത് അവളെ കൊല്ലാൻ നോക്കുമോ, അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, ഇതിനൊക്കെ ഒരു നേരവും കാലവും ഇല്ലേടാന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും ഇനി നിൻ്റെ ജീവിതം ജയിലിൽ തന്നെ, ഇത്രയും നാളും ഞാൻ വിചാരിച്ചത് നിന്നെ ജയിലിലേക്ക് വിടണ്ട, അതിന് പകരം നിന്റെ മോളെ ശിക്ഷിച്ചാൽ മതിയെന്ന, പക്ഷെ ഇനി അത് പോരാ, നിന്റെ മോളുടെ ജീവിതവും തകരണം, നീ ജയിലിലും പോകണം, നിങ്ങളെപ്പോലുള്ളൊരു അമ്മയ്ക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ അത് മകൻ ജയിലിൽ കിടക്കണ കണ്ടു വേണം നിങ്ങൾ മരിക്കാമെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അനന്തുവിനെ വിളിച്ച് വിവരം പറയട്ടെ എന്നും പറഞ്ഞ് കണ്ണൻ ഫോണെടുത്ത് അനന്തുവിന് വിളിക്കുന്നുണ്ട്. അനന്ത് ഫോണെടുത്തതും എന്താ കണ്ണാന്ന് ചോദിക്കുമ്പം എത്രയും പെട്ടെന്ന് നീ മഹാലക്ഷ്മിയുടെ വീട്ടിലോട്ട് വരണം, അവിടെ എന്താ കണ്ണ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അതൊക്കെ വന്നിട്ട് പറയാം, നീ എത്രയും പെട്ടെന്ന് വാ, വരുമ്പോൾ മാർക്കോനെയും ലോപ്പസിനെയും വിളിച്ചോ, വേണമെങ്കിൽ സാഗറിനെയും വിളിച്ചോ എന്ന് പറയുന്നു. അത് കേട്ടതും അനന്ത് ചോദിക്കുന്നുണ്ട് എന്താ കണ്ണ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം ചെറിയ പ്രശ്നമുണ്ട്, അതൊക്കെ വന്നിട്ട് നേരിട്ട് പറയാമെന്ന് പറയണു. അങ്ങനെ അവർ ഫോൺ വെച്ചതും കണ്ണൻ പ്രതാപൻ്റെയും പ്രതാപൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം തന്നെ അനന്തും മാർക്കോയും എല്ലാവരും ഇവിടെ എത്തും,
അവർ വന്നു കഴിഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇന്നത്തോടുകൂടി കമലേശ്വരത്തുള്ള തൻ്റെ മോളുടെ ജീവിതം തീരും. ഞാൻ ഈ സത്യങ്ങളെല്ലാം ഉണ്ണിയോടും എൻ്റെ രണ്ടാനമ്മയോടും പറയാൻ പോവാന്ന്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയ്ക്കും ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. എൻ്റെ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, വേണ്ട മോനെ, നീ എന്തായാലും പ്രതാപൻ ചെയ്തതിന് പ്രതാപന് ശരിക്കും കൊടുത്തല്ലോ, ഇനി കർണമോളുടെ ജീവിതം തകർക്കണ്ടെന്ന് പറയുമ്പോൾ അവളുടെ ജീവിതം തകരണം. എന്തായാലും അവൾ പറഞ്ഞിട്ടാലോ ഇയാൾ എൻ്റെ ഭാര്യയെ കൊല്ലാൻ നോക്കിയത്. അവൾക്ക് ഇപ്പോഴും മനസ്സിനൊരു മാറ്റമില്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാവണത്. അവളുടെ മനസ്സ് ഒരു കരുണയില്ലാത്തവൾ, ആ പേര് മാത്രമേ കരുണാന്നുള്ളൂ. അതുകൊണ്ട് അവൾ ശരിക്കും അനുഭവിക്കണം. ഇനിയിപ്പോൾ ഈ ഇവിടുത്തെ സ്വത്തുക്കൾ കണ്ട് ജീവിക്കാമെന്നൊന്നും അവൾ വിചാരിക്കേണ്ട. നടത്തി തന്നെ ഇയാളുടെ എല്ലാ സ്വത്തുക്കളും തീരുന്നു. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പ്രതാപൻ്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് വാമദേവനാന്നുള്ള സത്യവും കണ്ണനെ അറിയുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.